വയനാട് ഉപതെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലം തന്നെയാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും യാതൊരു സംശയവുമില്ല. പാലക്കാട് പോലെ തന്നെ അതീവ പ്രധാനമായ ഒരു മണ്ഡലം തന്നെയായിരുന്നു വയനാട്. 23-ാം തീയതി ഇനി വെറും ഏതാണ്ട് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ വയനാട് വോട്ടെണ്ണൽ തുടങ്ങാനായിട്ട്. അതിലാണ് ഇനി വയനാട് BJP പിടിച്ചെടുക്കുമോ അതോ കോൺഗ്രസ് പിടിച്ചെടുക്കുമോ എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കുന്നത്. എന്തായാലും കാര്യങ്ങളെല്ലാം തന്നെ ഒരു 75% ഒരു ഏകദേശം ധാരണ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം 2024 ഇപ്പോൾ അതായത് ഇപ്പൊ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബലിയിൽ തോൽക്കുമെന്ന് പേടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നേരെ ഓടി മലബാറിലേക്ക് വരുന്നു. വയനാട്ടിലേക്ക് മത്സരിച്ചപ്പോൾ അവിടെ 75%-ഓളം വോട്ട് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയെങ്കിൽ ഇപ്രാവശ്യം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അത് നേരെ താഴ്ന്ന് 65%-ത്തിലേക്ക് പോകുന്നു. അതായത് പ്രിയങ്കയ്ക്ക് ആകെ കിട്ടിയത് ടോട്ടൽ വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുമ്പോൾ 65% കിട്ടിയിരിക്കുന്നു. അത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് ക്യാമ്പിന് ഞെട്ടലുണ്ടാക്കുന്നതും ഭയപ്പെടുത്തുന്നതുമാണ്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് ശതമാനം കുറഞ്ഞു വരാനുള്ള ഘടകം ഒരു 3-4 ഘടകമുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധി റായ്ബലിയിൽ മത്സരിക്കുന്നു എന്ന കാര്യം മറച്ചു വച്ചിട്ടാണ് വയനാട്ടിൽ മത്സരിച്ചത്. അത് ഒരു വിശ്വാസവഞ്ചനയായിട്ടാണ് ജനങ്ങളുടെ മനസ്സിൽ തന്നെ തറച്ചു കയറിയത്. രണ്ട്, 2019-ലും രാഹുൽ ഗാന്ധി വിജയിച്ചിരുന്നു. 5 വർഷം വയനാട് MP ആയിരുന്നു. അവിടെ വലിയ തോതിൽ വന്യജീവി ആക്രമണം ഉണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, വയനാട് ജില്ല തന്നെ ഒലിച്ചു പോകുന്ന തകർന്ന് തരിപ്പണമായി പോകുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായപ്പോഴും രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാരും തിരിഞ്ഞു നോക്കിയില്ല എന്നത് രണ്ടാമത്തെ ഘടകം. 3, വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ പോലും കോൺഗ്രസിന് വയനാട്ടിലെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റില്ല. ദക്ഷിണേന്ത്യയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കേണ്ടി വന്നത് ജനങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കാരണമായി. വയനാട് ഉരുൾപൊട്ടൽ വന്യജീവി ആക്രമണം ഉണ്ടായപ്പോഴൊന്നും ജനങ്ങൾക്ക് ഒരു സഹായമോ ലോകസഭയിൽ MP ആയിട്ട് പോലും ഇതവിടെ വിഷയം ഉന്നയിക്കാനോ രാഹുൽ ഗാന്ധി ഒരു ധൈര്യമോ അല്ലെങ്കിൽ ഒരു താല്പര്യമോ കാണിച്ചില്ല. അവിടെ സുരേഷ് ഗോപി BJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട്, വയനാട് ജനതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുരേഷ് ഗോപി ലോകസഭയിൽ വയനാട് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഉന്നയിക്കുന്നു. കേന്ദ്ര വന വകുപ്പ് മന്ത്രിയുടെയും വന മന്ത്രാലയത്തിന്റെയും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും മുന്നിലേക്ക് ഈ വിഷയം എടുത്തിടുന്നു. മോദി ഉൾപ്പെടെ ഇതിൽ ഒരു പ്രതികരണം നടത്തുന്നു. 4, വയനാട്ടിലേക്ക് വലിയ തോതിൽ ഇപ്പോൾ മുണ്ടക്കയിൽ ചുരുമലിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഇന്ത്യൻ ആർമി ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തപ്പോൾ 5-6 ദിവസം കഴിഞ്ഞപ്പോഴും രാഹുൽ ഗാന്ധി വയനാട്ട് സന്ദർശനം നടത്തിയിട്ടില്ല. വയനാട്ടിന്റെ MP ആയിട്ട് കോൺഗ്രസ് വെച്ചിരുന്ന സ്ഥാനാർത്ഥിയെ പ്രിയങ്ക ഗാന്ധി തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരുടെ കാര്യം ഹെലികോപ്റ്റർ സുരക്ഷാ ഭീഷണിയുണ്ട്, അതായത് അവിടെ വന്നു കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന്. പക്ഷെ ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ നേവിക്കും ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് രാഹുലിന്റെ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതൊരു ചോദ്യമാണ്. വയനാട്ടിൽ ഒരു വികസനവും രാഹുൽ ഗാന്ധി ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തം. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഈ തെരഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് നവ്യ ഹരിദാസ് തന്നെ ജയിക്കുമെന്ന കാര്യം. ഏറ്റവും കൂടുതൽ നവ്യയ്ക്ക് വോട്ട് കിട്ടാൻ പോകുന്നത് മുസ്ലിമും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭകളിൽ നിന്നുമാണ്. മുനമ്പം വിഷയം അടക്കം ക്രിസ്ത്യനും മുസ്ലിം സഭകളും ന്യൂനപക്ഷങ്ങളെല്ലാം നവ്യയുടെ കൂടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നവ്യ വിജയിക്കുമെന്ന് ഉറപ്പ്.